ഇന്നത്തെ ഈ മീറ്റിങ്ങിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ശ്രീമതി പെണ്ണപ്പൻ ജോസഫ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ഹെഡ് മിസ്റ്റർ സിസ്റ്റർ അൽഫോൻസ, PTA പ്രസിഡന്റ് ശ്രീ ജെയ്സ് തോമസ്, പ്രിയപ്പെട്ട അധ്യാപകരെ, പൂർവ്വ വിദ്യാർത്ഥികളെ, പ്രിയ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്കൊരു അനുമോദനം തരുവാനാണ് ആഗ്രഹിക്കുന്നത്. അൽഫോൻസ ചരിതം നൃത്തരൂപത്തിൽ ഇവിടെ അവതരിപ്പിച്ച കൊച്ചു കൂട്ടുകാരികൾക്ക് അഭിനന്ദനങ്ങൾ. നമുക്ക് നല്ല കയ്യടി കൊടുത്ത് ഇത്ര ഭംഗിയായിട്ട് ഇവിടെ അവതരിപ്പിച്ചല്ലേ. ഞങ്ങൾ മനസ്സ് നിറഞ്ഞ് അത് കണ്ട് ആസ്വദിക്കുകയായിരുന്നു. ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വേദിയിൽ അരങ്ങേറുന്നത്. ഒന്ന്, ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിക്കൽ. രണ്ട്, വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം. നോളജ്, ലവ്, സർവീസ്, ഈ ആപ്തവാക്യം മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാലയത്തിന് അഭിമാനകരമായ നേട്ടം കൈവരിച്ച പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങൾ ഓരോരുത്തരും ഇന്ന് നമ്മുടെ ഈ സ്കൂളിൻ്റെ തിളങ്ങുന്ന നക്ഷത്രങ്ങളാണ്. 2025-26 അധ്യയന വർഷത്തിൽ 19 ഫുൾ A+ഉം 100% വിജയവും കരസ്ഥമാക്കിയ SHGHS ഇന്ന് അഭിമാന പുളകിതയാണ്. സ്നേഹം നിറഞ്ഞ കുട്ടികളെ, നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും ഫലമാണ് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഈ വിജയം. മികച്ച വിജയം കൈവരിച്ച നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. ഈ വിജയത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകരുടെ സമർപ്പണത്തെയും മക്കളെ പ്രോത്സാഹിപ്പിച്ച് കൂടെ നിന്ന മാതാപിതാക്കളുടെ ത്യാഗത്തെയും ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടെ സ്മരിക്കുകയാണ്. നിങ്ങളും മാതാപിതാക്കളും അധ്യാപകരും ഈ വിജയത്തിൽ തുല്യ പങ്കാളികളാണ്. വിദ്യാഭ്യാസം എന്നത് കേവലം റാങ്കുകൾക്കോ മാർക്കുകൾക്കോ വേണ്ടിയുള്ള ഒരു ഓട്ടമല്ല, മറിച്ച് പ്രതിസന്ധികളെ എങ്ങനെ നേരിടണമെന്ന് നിങ്ങൾ പഠിച്ച പാഠമാണ് ഇതിലേറ്റവും വലുത്. പരീക്ഷാകാലം നിങ്ങളെ ഒത്തിരിയേറെ കാര്യങ്ങൾ പഠിപ്പിച്ചു. അച്ചടക്കവും സമയക്രമീകരണവും നിങ്ങളെ പഠിപ്പിച്ചു. ഈ ഗുണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുടനീളെ നിങ്ങളുടെ കൂടെ ഉണ്ടാവണം. പലപ്പോഴും മുതിർന്നവർ പറയാറുണ്ട്, ഇന്നത്തെ കുട്ടികൾക്ക് എന്താണ് കുറവ്, എന്തിൻ്റെയാണ് കുറവ്, എല്ലാ സൗകര്യങ്ങളും അവർക്കില്ല എന്ന്. എന്നാൽ ഒരു സമർപ്പിത എന്ന നിലയിൽ കുട്ടികളുമായി സംസാരിക്കുമ്പോൾ എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് മുൻപത്തെ തലമുറയേക്കാൾ ഇന്നത്തെ കുട്ടികൾ വലിയ മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത്. സോഷ്യൽ മീഡിയയിലെ അതിപ്രസരവും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലോകവും എപ്പോഴും ഒന്നാമതാവണം എന്ന മത്സര ബുദ്ധിയും നിങ്ങളുടെ കുഞ്ഞു മനസ്സുകളിൽ വലിയ ഭാരമാണ് ഉണ്ടാക്കുന്നത്. ശരിയാണോ? അല്ലേ? ഈ ഡിജിറ്റൽ യുഗത്തിൻ്റെ നോട്ടിഫിക്കേഷനുകളോട് വേണ്ട എന്ന് പറഞ്ഞ് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾ കാണിച്ച ആ സ്വയം നിയന്ത്രണം, ആ ഫോക്കസ്, നിങ്ങൾ കൊടുത്ത ആ ഫോക്കസ്, അതാണ് നിങ്ങളുടെ യഥാർത്ഥ വിജയം. പരീക്ഷാ ഹാളിലേക്ക് പോകും മുൻപേ നിങ്ങൾ മനസ്സുരുകി പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾക്കും അർദ്ധരാത്രിയിൽ
ഉറക്കമിടിച്ചിരുന്നപ്പോൾ നിങ്ങളുടെ അമ്മമാർ തന്ന ആ ചായക്കപ്പുകൾക്കും നിങ്ങളുടെ ഭയം മാറ്റി ധൈര്യം തന്ന അധ്യാപകരുടെ വാക്കുകൾക്കും ദൈവം നൽകിയ പ്രതിഫലമാണ് ഇന്ന് നിങ്ങൾ കൈവരിച്ച ഈ മഹത്തായ നേട്ടം. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഒരമ്മയുടെ സ്നേഹത്തോടെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഉന്നത വിജയം നിങ്ങളുടെ കരിയറിലെ ചില വാതിലുകൾ തുറന്നു തരുമായിരിക്കും. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മൂല്യം നിശ്ചയിക്കുന്നത് ഒരിക്കലും ഈ മാർക്കുകൾ മാത്രമല്ല. ഈ സ്കൂൾ നിങ്ങളെ പഠിപ്പിച്ച ഒത്തിരി കാര്യങ്ങളുണ്ട്. പ്രതിസന്ധികളിൽ എങ്ങനെ തളരാതിരിക്കണം എന്നാണ് ഈ സ്കൂളിൻ്റെ പടിയിറങ്ങി നിങ്ങൾ വലിയ കോളേജുകളിലേക്കും യൂണിവേഴ്സിറ്റികളിലേക്കും ഒക്കെ പോകുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത്. അവിടെ നിങ്ങൾക്ക് വിജയങ്ങൾ മാത്രമല്ല, പരാജയങ്ങളും നിങ്ങളെ തേടി വരും. അങ്ങനെയുള്ള ദിവസങ്ങളിൽ, അങ്ങനെയുള്ള സമയങ്ങളിൽ, അങ്ങനെയുള്ള സംഭവങ്ങളിൽ നിങ്ങൾ തളർന്നു പോകരുത്. ഒരു തോൽവിയും നിങ്ങളുടെ അവസാനമല്ല. ഓരോ തോൽവിയും വിജയത്തിലേക്കുള്ള ഓരോ ചവിട്ടുപടികളാണ്. ഓരോ തോൽവിയിലൂടെയും ഓരോ സംഭവങ്ങളിലൂടെയും നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് നമ്മൾ പഠിക്കണം. ഇവിടെ നമ്മുടെ ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ റോയ് സാറ് ഒരു സങ്കടം പങ്കുവച്ചു. നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങതേ ഉള്ളല്ലോ നമ്മുടെ കുഞ്ഞുങ്ങൾ. ഇപ്പം സാധാരണ ആ കുഞ്ഞുങ്ങളോട് ഇരുന്ന് വർത്താനം പറയുമ്പോൾ അധ്യാപകർ വന്നാൽ എന്ത് ചെയ്യും? വലിയ സ്നേഹത്തോടെ അവർ ഓടിച്ചെല്ലും. അപ്പം ആ ഒരു സ്നേഹം ഇന്നത്തെ അധ്യാപകർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? വലിയൊരു ദുഃഖമാണ്, വേദനയാണ്. കാരണം ഈ സമൂഹത്തിലൂടെ നിങ്ങൾക്കൊരു വലിയ കാര്യം പഠിക്കാനില്ല, ഒരു വലിയ പാഠം പഠിക്കാനില്ലേ? എന്താണ്? നമ്മൾ അധ്യാപകരെ ബഹുമാനിക്കണം, മുതിർന്നവരെ നമ്മൾ ബഹുമാനിക്കണം, അവരോടുള്ള ആദരവ് നമ്മൾ കാണിക്കണം. അത് നിങ്ങളുടെ കുഴപ്പമൊന്നുമല്ല കേട്ടോ. ഞാൻ ചുമ്മാ നമുക്ക് ഓരോ പാഠങ്ങൾ, ഓരോ സംഭവത്തിലൂടെയും ഓരോ പാഠങ്ങൾ പഠിക്കാനുണ്ട് എന്ന് ഞാൻ പഠിപ്പിക്കുകയായിരുന്നു. കാരണം ഞങ്ങളുടെയൊക്കെ കാലങ്ങളിൽ ഈ പ്രായത്തിലായിരുന്നപ്പോൾ മാതാപിതാക്കൾ മുതിർന്നവർ വന്നാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? ഞങ്ങൾ എഴുന്നേൽക്കുമായിരുന്നു. ഇന്നെങ്ങനെയാണ്? മാതാപിതാക്കളും മക്കളും എല്ലാം ഒരേ തുല്യത, അല്ലേ? ആ തുല്യതയുടെ ഇതിലേക്ക് പോകുന്നതെങ്കിലും നമ്മൾ ഈ സ്കൂളിൽ പഠിച്ചതിൻ്റെ അതിൻ്റെയൊക്കെ ഒരു കൈമുതലായിട്ട് നമുക്ക് കൊണ്ടുപോകാം. മാതാപിതാക്കളോടൊക്കെയുള്ള ബഹുമാനം, അധ്യാപകരോടുള്ള ബഹുമാനം, അല്ലേ? മുതിർന്നവരോടുള്ള ബഹുമാനം ഒക്കെ നമുക്ക് കൈമുതലായിട്ട് നമുക്ക് ഇന്നത്തെ മീറ്റിംഗിൽ നിന്ന് കിട്ടിയ ഒരു നേട്ടമായിട്ട് നമുക്ക് കൊണ്ടുപോകാം. നമ്മുടെ സ്കൂളിൻ്റെ ആപ്തവാക്യം എന്നതാണ്? നമ്മുടെ സ്കൂളിൻ്റെ ആപ്തവാക്യം നോളജ്, ലവ്, സർവീസ്. നോളജ്, ലവ്, സർവീസ്. നമ്മൾ അറിവുള്ളവരാകുക, എന്നാൽ അതിനോടൊപ്പം നമ്മൾ മറ്റുള്ളവരോട് കരുണയുള്ളവരായിരിക്കണം. നിങ്ങളോട് തന്നെയും അവനവനോട് തന്നെയും അതുപോലെ ദൈവത്തോടും അതുപോലെ സഹോദരങ്ങളോടും സ്നേഹമുള്ളവരുമായിരിക്കണം. നിങ്ങളിവിടെ നിന്നൊക്കെ പോയി വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ളവരുടെ ഒരാവശ്യത്തിൽ അവർ തേടിയെത്തുക പഴയ ആ ഹൈസ്കൂൾ കൂട്ടുകാരിയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ആ നിസ്സഹായാവസ്ഥയിൽ നിങ്ങൾ തേടുന്ന ആരെയായിരിക്കാം? നിങ്ങളുടെ ഓരോരുത്തരെയും കൂട്ടുകാരികളെ ആയിരിക്കാം, അല്ലേ? അപ്പോൾ അവിടെ നിങ്ങൾ സഹായ ഹസ്തവുമായിട്ട്, നിങ്ങളുടെ സാന്നിധ്യവുമായിട്ട്, നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്നേഹവുമായിട്ട് നിങ്ങളുടെ ആ പ്രിയ കൂട്ടുകാരിയുടെ അടുത്ത് നിങ്ങൾ ഓടിയെത്തണം. അത്രയും വലിയൊരു സ്നേഹം നമ്മുടെ ഈ ആപ്തവാക്യത്തിലൂടെ നമ്മൾ സംശീകരിച്ച, നമ്മൾ സ്വന്തമാക്കിയ ഒരു കാര്യമാണിത്. നമ്മൾ ഈ ലോകത്തെ സ്നേഹം കൊണ്ട് നമ്മൾ കീഴടക്കണം. സാങ്കേതിക വിദ്യ എത്രമാത്രം വളർന്നാലും നമ്മുടെ ഉള്ളിലെ മനുഷ്യത്വവും നന്മയും
ദൈവവിശ്വാസവും ഒരിക്കലും നഷ്ടപ്പെടരുത്. നിങ്ങൾ ഈ സ്കൂളിൽ പഠിച്ചത് കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞും അറിയാതെയും നിങ്ങളുടെ ഹൃദയത്തിൽ മുദ്രയായിട്ട് പതിച്ചിട്ടുണ്ട്. ഇപ്പം അൽഫോൻസാമ്മയുടെ ജീവിതത്തെക്കുറിച്ച് ഓരോ മീറ്റിങ്ങിലും എന്തെങ്കിലുമൊക്കെ അൽഫോൻസാമ്മയെ കുറിച്ച് പറയാത്ത മീറ്റിങ്ങിലില്ല എനിക്ക് തോന്നുന്നു, അല്ലേ? അൽഫോൻസാമ്മയുടെ ആത്മീയതയിലെ എത്രയോ നല്ല നല്ല കാര്യങ്ങൾ സംശീകരിക്കാനുള്ള അവസരം നിങ്ങൾക്ക് ഈ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങളുടെ സ്വപ്നങ്ങൾ ചെറുതാകരുത്, ഒരിക്കലും നമ്മുടെ ചെറുതായ സ്വപ്നങ്ങൾ കാണരുത്. ചില കൊച്ചു കുട്ടികളോട് ചോദിച്ചാൽ എനിക്ക് എന്താകാൻ ആഗ്രഹം? അപ്പോൾ അവർ പറയും ഓട്ടോ ഡ്രൈവറാണ്, അല്ലെങ്കിൽ എനിക്ക് കൊച്ചു ലക്ഷ്യം. പക്ഷെ നമ്മുടെ ലക്ഷ്യം കൊച്ചു ലക്ഷ്യങ്ങളായിരിക്കരുത്, ഉന്നതമായ ലക്ഷ്യങ്ങളായിരിക്കണം. എന്നാൽ ദൈവം നമുക്ക് തരുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സംതൃപ്തിപ്പെടണം. നമ്മൾ പ്രാർത്ഥനയുള്ളവരാകണം. പ്രാർത്ഥനയുടെ ചിറകുകളിലേറി നമ്മൾ ആകാശത്തോളം ഉയർന്ന് നമ്മൾ പറക്കണം. ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഓരോരുത്തർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. ഇന്നത്തെ മറ്റൊരു കാര്യം, സയൻസ് ക്ലബ്ബ്, ആർട്സ് ക്ലബ്ബ്, സോഷ്യൽ സയൻസ് ക്ലബ്ബ്, പ്രവൃത്തി പരിചയ ക്ലബ്ബ്, വിദ്യാരംഗം, സാഹിത്യവേദി തുടങ്ങിയ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം കൂടി നിർവഹിക്കപ്പെടുന്ന ദിവസമാണിത്. പഠനം എന്നത് നമ്മൾ പുസ്തകത്തിൽ ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല. എനിക്കറിയാം ഇന്നത്തെ കുട്ടികൾ അങ്ങനെ പുസ്തകത്തിൽ ഒതുങ്ങി നിൽക്കുന്നവരൊന്നുമില്ല. നല്ല ബഹുമിടുക്കികളാണ് ഈ SH GHS ഓരോ കുഞ്ഞുങ്ങളും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എൻ്റെ ഉറപ്പ് ശരിയല്ലേ? നിങ്ങളൊന്ന് പറഞ്ഞേ. ഇത് നമ്മുടെ വിദ്യാർത്ഥികളുടെ ഉള്ളിന് കിടക്കുന്ന വൈവിധ്യമാർന്ന കഴിവുകളെ അത് പുറത്തെടുക്കാനായിട്ട് സഹായിക്കുന്നതാണ് നമ്മുടെ ഈ സ്കൂളിലെ ഓരോ ക്ലബ്ബുകളും. ഓരോ ക്ലബ്ബുകളും നിങ്ങളുടെ ചിന്തയെ വികസിപ്പിക്കാനും പുതിയ കാര്യങ്ങൾ പരീക്ഷിച്ചറിയാനും ഒക്കെയുള്ള വേദികളാണ്. അതിനെ നമ്മൾ നന്നായിട്ട് പ്രയോജനപ്പെടുത്തണം. നമ്മുടെ കുട്ടികളെ അനുമോദിക്കാനായിട്ട് തൻ്റെ തിരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തി ഇവിടെ എത്തിയ ഈ മീറ്റിങ്ങിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ കാത്തിരിക്കുന്ന ശ്രീമതി പെണ്ണമ്മ ജോസഫ് ടീച്ചറിന് സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ പേരിലുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. അതുപോലെ PTA പ്രസിഡന്റിനും ഞാൻ നന്ദി അർപ്പിക്കുന്നു. വിജയികളായ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും ഹൃദയം നിറഞ്ഞ മെറിറ്റ് ഡേ ആശംസകൾ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കയിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 3-ാം അധ്യായം 16-ാം വാക്യം ഇപ്രകാരമാണ്: സമാധാനത്തിൻ്റെ കർത്താവ് തന്നെ നിങ്ങൾക്ക് എക്കാലത്തും എല്ലാ വിധത്തിലും സമാധാനം നൽകട്ടെ. കർത്താവ് നിങ്ങൾ എല്ലാവരോടും കൂടെ. ഈ വചനത്തിൻ്റെ അഭിഷേകം നിങ്ങൾ ഓരോരുത്തരിലും നിരന്തരം നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.